വിവാദങ്ങളിൽ മാധ്യമങ്ങൾ വലിച്ചഴിച്ചിട്ടുണ്ട്, വ്യക്തികൾ വലിച്ചഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സത്യമായിരുന്നില്ലല്ലോ. സത്യമാണെങ്കിൽ ഞാനിന്ന് ഇവിടെ നിൽക്കുമോ? 23ാമത്തെ വർഷം വീണ്ടും 5ാം തവണ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് ഞാൻ ജനങ്ങളുടെ വിശ്വാസം നേടി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്നെക്കുറിച്ച് പറഞ്ഞതൊന്നും അസത്യമല്ല, അസത്യങ്ങളായിരുന്നു. ഇനി അത് പറയാതിരിക്കുക എന്നുള്ളതാണ്. നീ കുറച്ച് വയസ്സായില്ലേ, പയ്യനൊന്നും അല്ലല്ലോ. ഞാനൊരു പാർട്ടിയുടെ ചെയർമാനൊക്കെയാണ്. എനിക്ക് അതിൻ്റെതായ ഒരു ഇതിൽ എന്നെ വിടുക. കാരണം വെച്ചാൽ അതുകൊണ്ട് ഞാൻ പറയില്ലേ, ഈ കരിങ്കുരങ്ങൻ്റെ ഒരു പരസ്യം വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, എന്നിൽ ഔഷധ മൂല്യമില്ല എന്ന് പറയും. അതുകൊണ്ട് സമാധാനമായിട്ട് ജീവിക്കാൻ വിട്ടാൽ മതി എന്നേ പറഞ്ഞു. കരിങ്കുരങ്ങൻ്റെ ഒരു ബോർഡുണ്ടായിരുന്നു പണ്ട്, അതിങ്ങനെ വനം വകുപ്പിൻ്റെ ഒരു പോസ്റ്റ്, അതിൽ പറയുന്നുണ്ട് എന്നിൽ ഔഷധ മൂല്യമില്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊന്ന് കരിങ്കുരങ്ങനെ സഹായം ഉണ്ടാക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. LDF കൺവീനർ പറഞ്ഞത് മറ്റു വകുപ്പുകൾ, മന്ത്രിമാർക്ക് വകുപ്പുകളൊന്നും മാറ്റമില്ല, ഇപ്പോൾ ആരെങ്കിലും ഏറ്റെടുക്കുമോ എന്ന് ഞാൻ പറഞ്ഞതാണ്. ചലഞ്ചുകൾ ഏറ്റെടുക്കും. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഏത് ചലഞ്ചിനെ നമ്മൾ ഏറ്റെടുക്കണം, വിജയിക്കോ പരാജയപ്പെടുമോ എന്നുള്ള പിന്നെയാണ്. അപ്പോൾ നമ്മൾ